ഒത്തിരി പ്രതിസന്ധികളെ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ 2 കാലിൻ്റെയും ബലം നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയാണ്. വീൽ ചെയറിലും സ്ട്രക്ചറിലും ഞാൻ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ദീർഘനാളുകൾ ഞാൻ പ്രയാസം അനുഭവിച്ചു. നടക്കാൻ കഴിയാതെ വന്നു. ഞാനൊരു സർജറിക്ക് വിധേയനാകാൻ വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ചു. 6 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു സർജറി ആയിരുന്നു. എനിക്ക് വലിയ സന്തോഷമായി. സർജറി കഴിഞ്ഞാൽ സൗഖ്യമാകുമല്ലോ എന്നൊരു ചിന്ത എന്നെ ഭരിച്ചു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു സർജറിയിലേക്ക് പോകാനും. ആകുലതയുണ്ടെങ്കിലും സൗഖ്യമാകുമല്ലോ എന്നൊരു ചിന്ത എന്നെ ഭരിച്ചു. എന്നാൽ ഞാൻ സർജറിയിലേക്ക് പ്രവേശിക്കുന്നതിന് തലേ ദിവസം എന്നെ കാണാൻ വന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, നാളെ സർജറി നടക്കും, കുഴപ്പമില്ല, പക്ഷേ നടക്കണമെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ കാത്തിരിക്കണം. എൻ്റെ ഉള്ളിലൊരു ഇടുത്തിയായിരുന്നു ആ വാചകം. പ്രതീക്ഷയോടെ ഇരുന്ന എൻ്റെ എല്ലാ പ്രതീക്ഷയും ഡോക്ടറുടെ ഒറ്റ വാക്കിൽ അസ്തമിച്ചു പോയി. എനിക്ക് ഭയങ്കര മാനസിക പ്രയാസമുണ്ടായി. സൗഖ്യമാകത്തില്ലല്ലോ, നാഡീവ്യൂഹം മുഴുവൻ ഡെഡായി നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കാലിൻ്റെ കുഞ്ഞു വിരലിൻ്റെ വരെ നാഡി ഡെഡായിപ്പോയി. അതായിരുന്നു എൻ്റെ അവസ്ഥ. സ്പൈനൽ കോഡിൽ തുടങ്ങിയ ഒരു പ്രശ്നമായിരുന്നു. പിറ്റേ ദിവസം സർജറി പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ പ്രഗത്ഭനായ ഡോക്ടർ ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. എന്നാൽ അടുത്തത് ഡോക്ടറുടെ വാചകത്തെ ദൈവം കണക്കിലെടുത്തില്ല. ഡോക്ടർ 6 മാസം മുതൽ 1 വർഷം വരെ പറഞ്ഞ സ്ഥാനത്ത് 3 മാസം കൊണ്ട് കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായി സൗഖ്യമാക്കി. അവൻ ഇടപെട്ടാൽ അത്ഭുതങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. ഇന്ന് പകൽ എത്ര പേർ അത്